അന്വേഷിച്ചതിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിച്ച് CPM ജില്ലാ നേതൃത്വം. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പരസ്യ വിമർശനം ഉന്നയിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കളുടെ ന്യായീകരണം. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയായതുകൊണ്ടല്ല PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത്. TK ഗോവിന്ദൻ അങ്ങേയറ്റം നീചമായി ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ചിത്രീകരിച്ചു. സ്ഥാനാർത്ഥിയായി ഗോവിന്ദന്റെ പേര് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആരും പറഞ്ഞിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ ഗോവിന്ദ മാഷ പ്രശ്നം എന്താ? ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ TK ഗോവിന്ദ മാഷയുടെ പേര് ആരും പറഞ്ഞിട്ടില്ല, ഒരാളും ആ പേര് പറഞ്ഞിട്ടില്ല. തളിപ്പറമ്പ് തന്നെ മത്സരിപ്പിക്കണം എന്നാണ് TK ഗോവിന്ദ മാഷയുടെ നിലപാട്. പക്ഷെ പാർട്ടി അത് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങേയറ്റം പാർലമെന്ററി അവസരവാദം, പാർലമെന്ററി ദുര അതുമായി കൊണ്ട് നടക്കലായിരുന്നു TK ഗോവിന്ദ മാഷ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഉൾപ്പെടെ ഇരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തതെന്താ? 2 ടേം തുടർച്ചയായി മത്സരിക്കുന്ന സഖാക്കൾ മാറി നിൽക്കണം, പാർട്ടിയുടെ പൊതു നിലപാടാണ്. അങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മണ്ഡലം പിടിച്ചെടുക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മാത്രമേ അവിടെ ജയിക്കുകയുള്ളൂ എന്ന നിലയുണ്ടെങ്കിൽ, പിടിച്ചെടുക്കേണ്ടതാണെങ്കിൽ അവിടെ എക്സംഷൻ കൊടുക്കാം. ഇടവേള.